ഇന്ത്യയിലെ മിക്കവാറും കാടുകളിൽ ഏറ്റവും സാധാരണവും സുലഭവുമായി കാണാനാവുന്ന മാൻ വിഭാഗമാണ് പുള്ളിമാൻ, ചിതൽ, ചീത്തൽ എന്നെല്ലാം വിളിക്കാറുള്ള സ്പോട്ടഡ് ഡിയേഴ്സ്. സെർവിഡൈ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ആക്സിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പുള്ളിമാനുകളെ ഇലപൊഴിയും കാടുകൾ, പുൽമേടുകൾ, തോട്ടങ്ങൾ, നദീതീര വനങ്ങൾ, കുറ്റിച്ചെടികളോട് കൂടിയ കാടുകൾ, കണ്ടൽ കാടുകൾ എന്നിവിടങ്ങളിലെല്ലാമാണ് പൊതുവെ കാണപ്പെടുന്നത്. ഇന്ത്യക്ക് പുറമെ നേപ്പാൾ, ശ്രീലങ്ക, ഭൂട്ടാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലും പുള്ളിമാനുകളെ കണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിൽ പുള്ളിമാനുകളെ കാണുന്ന ഇടങ്ങൾ നോക്കുകയാണെങ്കിൽ പെനിൻസുലാർ ഇന്ത്യയിലൂടെ ഗുജറാത്ത് വരെയും ഇതിൽ തന്നെ വടക്കൻ സൗരാഷ്ട്രയിലും കച്ചിലും കാണാനാവില്ല. കിഴക്ക് ഗംഗാ സമതലം മുതൽ വടക്ക് കിഴക്കൻ റീജിയണിലെ മാനസ് വരെയും സുന്ദർബൻസിലുമെല്ലാം പുള്ളിമാനുകളെ കാണപ്പെടുന്നുണ്ട്. ആസാമിന് കിഴക്കുള്ള ചില പ്രദേശങ്ങൾ, ഹിമാലയ പ്രദേശങ്ങളിലെ ഉയർന്ന മേഖലകൾ, ജമ്മു കാശ്മീർ തുടങ്ങിയ ഇടങ്ങളിൽ പുള്ളിമാനുകളെ കാണാനാവുന്നില്ല. സൗത്ത് ഇന്ത്യയിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടൻ ഫോറസ്റ്റുകളും ഡെക്കാൻ പ്ലേറ്റിലെ ഡ്രൈ ആയിട്ടുള്ള ഫ്ലാറ്റ് ലാൻഡ് പ്രദേശങ്ങളും ഒഴികെ മിക്കവാറും സംരക്ഷിത വനപ്രദേശങ്ങളിൽ ഈ മാനുകളുടെ വലുതും ചെറുതുമായ കൂട്ടങ്ങളെ കാണാനാവും. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മാൻവർഗവും പുള്ളിമാനുകൾ തന്നെയാണ്. കർണാടകയിലെ നാഗർഹോള, ബന്ദിപ്പൂർ കാടുകളിലും തമിഴ്നാട്ടിലെ മസിനഗുഡി, മുതുമല വനമേഖലകളിലും പുള്ളിമാനുകൾ സുലഭമാണ്. മിനുസമാർന്ന ദേഹമാണ് പുള്ളിമാനുകളുടേത്. ആകർഷകമായ സ്വർണ്ണ തവിട്ട് നിറത്തിലുള്ള ദേഹത്ത് തൂവെള്ള നിറമുള്ള പുള്ളികളുണ്ട്. അതിനാൽ തന്നെയാണ് ഇവയെ പുള്ളിമാനുകൾ, സ്പോട്ടഡ് ഡിയേഴ്സ് എന്നെല്ലാം വിളിക്കുന്നതും. ചെളിയിലും വൃത്തിഹീനമായ അഴുക്കു പ്രദേശങ്ങളിലും കിടന്ന് ഉരുളാത്ത ചുരുക്കം ചില മാനുകളിൽ ഒന്നാണ് പുള്ളിമാനുകൾ. ജീവിതത്തിലുടനീളം എല്ലാ പ്രായത്തിലും ആണിനും പെണ്ണിനും ദേഹത്ത് പുള്ളികൾ കാണുന്ന ഇന്ത്യയിലെ ഏക പുള്ളിമാൻ വിഭാഗമാണ് ഇവർ. ചെവികളുടെ അകവശം, കഴുത്ത്, വാലിൻ്റെയും ഉടലിൻ്റെയും അടിവശം തുടങ്ങിയ ഇടങ്ങളിൽ വെള്ള നിറമാണ്. മുഖത്തും കാലുകളിലും പുള്ളികളില്ല. മുതുകിൽ പിടലിയിൽ നിന്നും വാലറ്റം വരെ നീളത്തിലൊരു കറുത്ത വരയും കാണാം. സാധാരണഗതിയിൽ ഒത്ത ശരീരമുള്ള പുള്ളിമാനുകളുടെ തോൾ വരെ പൊക്കം 85 മുതൽ 90 വരെ സെന്റിമീറ്ററും 70 മുതൽ 85 കിലോഗ്രാം വരെ തൂക്കവും ഉണ്ടാവും. പുള്ളിമാനുകളുടെ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള രോമങ്ങൾ ഭൂമിശാസ്ത്രപരമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. തെക്കേ ഇന്ത്യയിൽ കാണുന്ന പുള്ളിമാനുകൾക്ക് കൂടുതൽ ചുവപ്പ് നിറം കാണുന്നു. അതേപോലെ തന്നെ നോർത്തേൺ ആൻഡ് സെൻട്രൽ ഇന്ത്യയിലെ പുള്ളിമാനുകൾ സൗത്ത് ഇന്ത്യയിൽ ഉള്ള മാനുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലിപ്പ കൂടുതലുള്ളവരാണ്. കൊമ്പുകളിലും വലിപ്പ കൂടുതൽ ഇവർക്ക് തന്നെയാണ്. ശരീരത്തിൻ്റെ വലിപ്പവും രൂപവും നോക്കി തന്നെ ആൺമാനുകളെയും പെൺമാനുകളെയും തിരിച്ചറിയാനായിട്ട് പറ്റും. ആൺമാനുകൾ പെൺമാനുകളേക്കാൾ വലിപ്പം കൂടിയവയാണ്. പ്രായമായ ആൺമാനുകൾ പൊതുവെ കുറച്ചുകൂടി ഇരുണ്ട നിറമായിരിക്കും. പെൺമാനുകളും കുട്ടികളും ഇളം നിറമാണ്. പ്രായപൂർത്തിയായ ആൺമാനുകൾക്ക് 3 അഗ്രങ്ങളോട് കൂടിയ കൊമ്പുകളും കഴുത്തിൽ ഡാർക്ക് ഇൻഫ്യൂഷൻസും കാണാനായിട്ട് സാധിക്കും. ആൺമാനുകൾക്ക് മാത്രമാണ് കൊമ്പുകളുള്ളത്. പെൺമാനുകൾക്ക് കൊമ്പുകളില്ല. ആൺമാനുകൾ തമ്മിലുള്ള കൊമ്പ് കോർക്കലുകൾക്കും ശത്രുക്കളെ പ്രതിരോധിക്കാനും കൊമ്പുകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. പുള്ളിമാനുകളുടെ കൊമ്പുകൾ ഏതാണ്ട് 1 വർഷമൊക്കെ കഴിയുമ്പോൾ കൊഴിയാറുണ്ട്. സാമ്പാർ ഡിയർ എന്ന് വിളിക്കുന്ന മ്ലാവുകളേക്കാൾ പുള്ളിമാനുകളുടെ ചെവികൾ ഇടത്തരം വലിപ്പമുള്ളതും ചെറുതുമാണ്. എന്നാൽ വാലുകൾക്ക് താരതമ്യേന കുറച്ച് നീളം കൂടുതലാണ്. മ്ലാവുകൾ പൊതുവെ രാത്രികാലങ്ങളിലാണ് സജീവമാകുന്നതെങ്കിൽ പുള്ളിമാനുകൾ പകൽ സമയങ്ങളിലും വനമേഖലകളിലും വനാതിർത്തികളിലും സജീവമായിരിക്കും. പുല്ലും സസ്യങ്ങളും പഴങ്ങളും കായ്കളും മറ്റുമാണ് സസ്യബുക്കായ പുള്ളിമാനുകളുടെ പ്രധാന ഭക്ഷണം. പിൻകാലുകളിൽ മാത്രം ഊന്നി നിന്ന് മരങ്ങളിൽ നിന്ന് ഇലകൾ പറിച്ചു തിന്നുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട്. സസ്തനികളായ പുള്ളിമാനുകൾ സംഘമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒരേ പ്രദേശങ്ങളിൽ തന്നെ ധാരാളമായി പെറ്റുപെരുകുന്ന പുള്ളിമാനുകളെ പൊതുവെ 10 മുതൽ 30 വരെ എണ്ണങ്ങളുള്ള കൂട്ടങ്ങളായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ധാരാളം വെള്ളം ലഭ്യമായിട്ടുള്ള വലിയ പുൽമേടുകളോട് കൂടിയ പ്രദേശങ്ങളിൽ 100 കണക്കിന് അംഗങ്ങളോട് കൂടിയ വലിയ മാൻകൂട്ടങ്ങൾ വരെ സാധാരണമാണ്. സാധാരണയായി പെൺമാനുകളും പ്രായപൂർത്തിയായി വരുന്ന ആൺമാനുകളും കുട്ടികളുമെല്ലാം ചേർന്ന് ഒരു അടിസ്ഥാന കുടുംബ യൂണിറ്റിൽ സഹവസിക്കുന്നു.
ആൺമാനുകൾ ഇണചേരൽ സമയത്ത് പെൺകൂട്ടങ്ങളുമായിട്ട് ഒത്തുചേരുന്നു. പുള്ളിമാനുകളുടെ ഒരു പ്രസവത്തിൽ ഒരു കുഞ്ഞാണ് പതിവ്. അപൂർവമായി 2 കുഞ്ഞുങ്ങളും ഉണ്ടാവാറുണ്ട്. കുഞ്ഞിൻ്റെ സംരക്ഷണ ചുമതല അമ്മയ്ക്കാണ്. മിക്കവാറും മാൻകൂട്ടങ്ങൾക്കിടയിൽ ശ്രദ്ധിച്ചാൽ മാൻകുഞ്ഞുങ്ങൾ അമ്മയുടെ പാല് കുടിക്കുന്ന വളരെ കൗതുകമുണർത്തുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാൽ മാത്രം കുടിച്ച് വളരുന്ന കുട്ടി വളർന്നാലും സംഘം വിട്ടു പോകുന്നത് അപൂർവമാണ്. എന്നാൽ എണ്ണം കൂടുമ്പോൾ പുള്ളിമാനുകൾ പുതിയൊരു സംഘം ഉണ്ടാക്കാറുമുണ്ട്. വേനൽക്കാലത്താണ് പൊതുവെ ഇവരുടെ ഇണചേരൽ കാലം. ആ ഒരു സമയത്ത് പുള്ളിമാനുകൾ വളരെ ഉച്ചത്തിൽ ഇണചേരൽ ശബ്ദങ്ങൾ അഥവാ മേറ്റിംഗ് കോൾസ് പുറപ്പെടുവിക്കുന്നു. കരുത്ത് തെളിയിക്കാനും പെൺമാനുകളെ സ്വന്തമാക്കാനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ആൺമാനുകൾക്കിടയിൽ പതിവാണ്. ഇണചേരൽ കാലത്ത് ആൺമാനുകളുടെ കഴുത്ത് ഇരുണ്ടതും കൂടുതൽ വീർത്തതുമായിട്ട് മാറുന്നു. ഒരു വനമേഖലയിൽ വലിയ കൂട്ടങ്ങളായിട്ടുള്ള പുള്ളിമാനുകളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ ആ കാടിൻ്റെ ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥയുടെയും കടുവ, പുലി, കാട്ടുനായ്ക്കൾ തുടങ്ങിയ മാംസഭോജികളായ പ്രിഡേറ്റേഴ്സിൻ്റെയും എല്ലാം സാന്നിധ്യം കൂടിയാണ് സൂചിപ്പിക്കുന്നത്. കാടുകളിൽ ഇവരുടെയെല്ലാം പ്രധാന ഭക്ഷണം പുള്ളിമാനുകൾ തന്നെയാണ്. പുള്ളിമാനുകൾ വളരെയധികം എണ്ണങ്ങളുള്ള കൂട്ടങ്ങളായി ജീവിക്കുന്നതിനാൽ പ്രിഡേറ്റേഴ്സിനെ ഇവരെ ഇരയാക്കാൻ എളുപ്പവുമാണ്. പൊതുവെ കുരങ്ങുകളുമായി നല്ല സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കുന്നവരാണ് പുള്ളിമാനുകൾ. പ്രത്യേകിച്ച് ലങ്കൂറുകളുമായി ഇവർക്ക് വളരെ സവിശേഷമായ അടുപ്പമുള്ളതായിട്ട് കാണാം. കുരങ്ങുകളുടെ കാവലായി പുള്ളിമാനുകളും മാനുകൾക്ക് കാവലായി കുരങ്ങന്മാരും പരസ്പര സഹകരണത്തോടെ പ്രവർത്തിക്കുന്നു. കടുവ, പുലി, കാട്ടുനായ്ക്കൾ തുടങ്ങിയ പ്രിഡേറ്റേഴ്സിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ വളരെ ഉച്ചത്തിൽ അലാങ്കോൾ നൽകി പരസ്പരം അപായസൂചന നൽകും. കൂടാതെ ലങ്കൂറുകൾ മരങ്ങളിൽ നിന്ന് വീഴ്ത്തുന്ന ഇലകളും പഴങ്ങളും പുള്ളിമാനുകൾ ഭക്ഷിക്കുന്നതും കാണാം. മിക്കവാറും ആനക്കൂട്ടങ്ങളുടെ കൂടെയും വലിയ ഭയമൊന്നുമില്ലാതെ പുള്ളിമാനുകളെ കാണാനാവും. അലസമായി പുല്ലുമേഞ്ഞ് നടക്കുമ്പോൾ കുരങ്ങുകളോ മലയണ്ണാനുകളോ കൂട്ടത്തിലെ തന്നെ ഏതെങ്കിലും മാനുകളോ അലാങ്കോൾ നൽകുന്നതോടെ ആ പരിസരത്തുള്ള പുള്ളിമാനുകളിൽ എല്ലാം തന്നെ ഒരു ജാഗ്രത കാണാനാവും. ഈ സമയം മാനുകളെല്ലാം തീറ്റ നിർത്തി ചെവികൾ കൂർപ്പിച്ച് പിടിച്ച് വാലുകൾ ആൻറ്റിന പോലെ ഉയർത്തിപ്പിടിച്ച് പ്രിഡേറ്ററിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്തേക്ക് വളരെ ഉത്കണ്ഠയോട് കൂടിയിട്ട് നോക്കി നിൽക്കും. പ്രിഡേറ്റർ ഇല്ലെന്ന് മനസ്സിലാക്കുകയോ ആ പരിസരത്ത് നിന്ന് കടന്നു പോവുകയോ ചെയ്താൽ വീണ്ടും പഴയ പോലെ പുല്ലും തിന്ന് ഇവർ മേഞ്ഞ് നടക്കും. സാധാരണഗതിയിൽ മാൻകൂട്ടങ്ങൾ കാട്ടുനായ്ക്കളെയെല്ലാം കാണുമ്പോൾ തന്നെ ഓടിമറയുന്ന സ്വഭാവക്കാരാണ്. എന്നാൽ ഒരിക്കൽ കബനി കാടുകളിൽ വെച്ച് കണ്ട കാഴ്ച ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. പുല്ലുമേഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ഏതാണ്ട് 10ഓളം എണ്ണം വരുന്ന മാൻകൂട്ടത്തിൻ്റെ പരിസരത്തുകൂടി ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ വീർപ്പിച്ച് 3ഓളം കാട്ടുനായ്ക്കൾ കടന്നുപോയി. ഇതേ സമയം അലാങ്കോളുകളോ പേടിയോ ജാഗ്രതയോ ഒന്നും കൂടാതെ മാനുകൾ അവിടെ പുല്ലൊക്കെ തിന്ന് അങ്ങനെ നടക്കുകയായിരുന്നു. ഇത്തരത്തിൽ കാട്ടിൽ പലപ്പോഴും ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഓരോ മൃഗങ്ങളുടെയും സ്വഭാവ രീതികൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മനസ്സിലാക്കാറുണ്ട്. സാധാരണഗതിയിൽ ശത്രുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ മുൻകാലുകൾ കൊണ്ട് നിലത്ത് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം പുള്ളിമാനുകളിൽ കണ്ടിട്ടുണ്ട്. കബനിയിൽ വെച്ച് കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ഒരു പുള്ളിമാൻ അലാങ്കോൾ നൽകുന്നതിനോടൊപ്പം തന്നെ മുൻകാലുകളിൽ ഒരെണ്ണം വെച്ച് നിലത്തടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കാഴ്ച പല സ്ഥലങ്ങളിലായിട്ട് പലതവണ എനിക്ക് കാണാനായിട്ടുണ്ട്. പറമ്പിക്കുളത്ത് വെച്ച് ഒരു കൂട്ടം കാട്ടുനായ്ക്കൾ ചേർന്ന് ട്രാക്ക് ചെയ്ത് വെള്ളത്തിലേക്ക് ഇറക്കിയ 3ഓളം വരുന്ന മ്ലാവുകളിൽ ഒന്ന് ഇങ്ങനെ കാലുകൊണ്ട് വെള്ളത്തിലടിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ കാടുകളിലേക്കുള്ള യാത്രകളുടെ അനുഭവങ്ങളും വന്യജീവികളുടെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.